നമസ്കാരം. മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് അഥവാ മെർസ് വൈറൽ രോഗം സൗദി അറേബ്യയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന അറിയിപ്പ് നൽകി. കഴിഞ്ഞ 6 മാസത്തിനിടെ മെർസ് വൈറസ് സ്ഥിരീകരിച്ച 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തെന്നും ഇതിൽ 2 പേർ മരണപ്പെട്ടതായും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. സൗദി ആരോഗ്യ മന്ത്രാലയമാണ് ലോകാരോഗ്യ സംഘടനയ്ക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത്. 2023 ഓഗസ്റ്റ് 13-നും 2024 ഫെബ്രുവരി 1-നും ഇടയിലാണ് 4 പേർക്ക് മെർസ് രോഗബാധ ലബോറട്ടറി പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചത്. ഇവരിൽ 2 പേർ മരണത്തിന് കീഴടങ്ങി. 2023 ഒക്ടോബർ 26-നാണ് അവസാന കേസ് റിപ്പോർട്ട് ചെയ്തതെന്നും ലോകാരോഗ്യ സംഘടന ദ്വൈവാർഷിക റിപ്പോർട്ടിൽ വിശദീകരിച്ചു. റിയാദ്, കിഴക്കൻ പ്രവിശ്യ, ഖസീം മേഖലകളിൽ നിന്നാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. റിയൽ ടൈം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ സാങ്കേതികത ഉപയോഗിച്ചാണ് കേസുകളുടെ ലബോറട്ടറി സ്ഥിരീകരണം. 2 പുരുഷന്മാരിലും 2 സ്ത്രീകളിലുമാണ് രോഗം കണ്ടെത്തിയത്. ഇവരിൽ ആരും തന്നെ ആരോഗ്യ പ്രവർത്തകരായിരുന്നില്ല. ഇവർക്ക് മറ്റു ചില രോഗങ്ങളും ഉണ്ടായിരുന്നു. ഒട്ടകങ്ങളിൽ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നതെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. പുതുതായി മെർസ് രോഗം സ്ഥിരീകരിച്ച 4 പേരിൽ ഒരാൾ ഒട്ടക ഉടമയുമായിരുന്നു. മറ്റൊരാൾക്ക് ഒട്ടകങ്ങളുമായി പരോക്ഷമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. ഇയാളുടെ കുടുംബാംഗങ്ങൾ ഒട്ടക ഉടമകളായിരുന്നു. മറ്റ് 2 കേസുകളിൽ രോഗബാധയുണ്ടാവുന്ന സാഹചര്യങ്ങളുമായി സമ്പർക്കം പുലർത്തിയതിൻ്റെ വ്യക്തമായ സൂചനകളൊന്നുമില്ല. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് 14 ദിവസങ്ങൾക്ക് മുമ്പ് അവരാരും അസംസ്കൃത ഒട്ടകപ്പാൽ കഴിച്ചതായും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവർക്ക് സാംക്രമിക രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സൗദിയിൽ 2012-ലാണ് ആദ്യം മെർസ് കേസ് റിപ്പോർട്ട് ചെയ്തത്. 2200 പേരിൽ രോഗം കണ്ടെത്തി. ഇവരിൽ 858 പേർ മരണമടഞ്ഞു. 27 രാജ്യങ്ങളിൽ മെർസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.